നമ്മളൊരു നമ്പർ തീം കേക്ക് ആട്ടോ ചെയ്യാൻ പോകുന്നത്. നന്ദൂട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് 2 എന്നുള്ള നമ്പറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ 2 കിലോയുടെ ബാറ്റർ ആട്ടോ ബീറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ 8 ഇഞ്ചിൻ്റെ റൗണ്ട് മോഡിലും 6 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലും ആട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. എന്നിട്ടും കുറച്ച് ബാറ്റർ അധികം ഉണ്ടായിരുന്നു, അത് ഞാൻ അല്ലാതെ കേക്ക് ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് മുഴുവൻ ക്രം കോട്ട് ചെയ്തിട്ട് റൗണ്ട് കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. എന്നിട്ടാട്ടോ നമ്മൾ ഈ 2 എന്നുള്ള ഒരു ആകൃതിയിൽ കേക്ക് സെറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് താഴെ നമ്മൾ സ്ക്വയർ കേക്കും കട്ട് ചെയ്ത് വെച്ചു. ഞാൻ വിചാരിച്ച അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് 2 എന്നുള്ള ഒരു നമ്പർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ലീഫ് നോസിൽ ഉപയോഗിച്ചിട്ടാണ് കേക്കിൻ്റെ ഫൈനൽ കോട്ട് സൈഡിൽ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്കിലേക്ക് ഒരുപാട് ക്രീമും ആകത്തില്ല, പെട്ടെന്ന് തന്നെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനും ഒക്കും കേട്ടോ. പിന്നെ ഞാൻ കേക്ക് ഫുൾ ഫിനിഷ് ചെയ്യണമെന്ന് കരുതിയിരുന്നത് ഒരു യെല്ലോ കളറിലായിരുന്നു. കാരണം കുഞ്ഞിൻ്റെ ഡ്രസ്സ് യെല്ലോ ആൻഡ് വൈറ്റ് കളറായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അന്ന് തന്നെ ഒരു യെല്ലോ ഓറഞ്ച് കളറിലുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ക്രീമിൽ ഈ ഓറഞ്ച് കളർ ആഡ് ചെയ്തപ്പോഴാട്ടോ അറിയുന്നത് ഈ ഒരു ഓറഞ്ച് ആയിരുന്നില്ല ആ കേക്കിലുള്ളതെന്ന്. അതുകൊണ്ട് പിന്നെ അത്രയും ക്രീം കളയണ്ടല്ലോ, ഇത് നമ്മുടെ കേക്കല്ലേ എന്ന് കരുതി ഞാൻ ഇതിൽ ഈ ഓറഞ്ച് കളർ യൂസ് ചെയ്തത്. മുകളിൽ പക്ഷേ ഞാനൊരു വൈറ്റ് യെല്ലോ കോമ്പിനേഷൻ തന്നെ കേട്ടോ കൊടുത്തത്. അതുകൊണ്ട് ഈ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്, അത് എത്രത്തോളം കാണാൻ ഭംഗിയുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അത് നിങ്ങൾ തന്നെ പറയണേ, ഈ കേക്ക് എങ്ങനെയുണ്ട്, അത് സെറ്റ് ചെയ്തൊക്കെ ഓക്കെ ആയിരുന്നു എന്നുള്ളത്. ബൈ.